എടോ താൻ നമ്പർ അടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ കോളടിച്ച്. ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ തനിക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് തന്നെ അത്ര ഇഷ്ടം. എനിക്ക് പ്രശ്നമുണ്ട്. ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം. കമ്പനി തരാം. പോരാ നീ നോക്കിയത് ആ ഫോണിങ്ങന്ന് ഫോൺ താടോ. ചിരിക്കേ ഹലോ. എടാ ഞാൻ എവിടെ 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 കണ്ണ് കിട്ടണില്ല. എവിടെ? ആ അരൂരെത്തിയ ബാലകൃഷ്ണ. അരൂരെ നമ്മളെ പാർട്ടി പ്രവർത്തകരെ വിളിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി. അവൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ കയറിയാൽ അന്വേഷിക്കണം. അതെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ പോണ എൻ്റെ മുണ്ടാടോ അത്. നീ എവിടെ തപ്പണത്? എന്താ തപ്പണത്? ഇത് പാരുടെ മേത്തോച്ചാണ്. മേത്തല്ല, നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് കാലിൻ്റെ അടിയിൽ. ആദ്യം നമ്മളെ പാർട്ടിക്കുള്ള ചുറ്റികളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഒക്കെ ഒന്ന് മണത്ത് പിടിക്കണം. എപ്പടി ഇതേ പോണ നീല വര. ഇതാ കണ്ട കണ്ട. ആ നീ എങ്ങനെ പോണേ? അർജന്റ് കാര്യം സാറേ. അർജന്റാ? നിനക്കും അർജന്റാ? ഈയിടെയായിട്ട് ഇവൻ ഇങ്ങോട്ടും അധികം കാണുന്നില്ലല്ല. എന്താ ചുറ്റികളുണ്ടോ? സാറേ ഇവന്റെ മേത്ത് അടിച്ചു കയറ്റണില്ലേ? കേട്ടാലോ? കോടതിയിലിടാൻ ഏറ്റവും നല്ലത് ഇതല്ലേ? മോളിൽ ഇവിടെ നല്ലതൊന്നുമില്ല. അപ്പുറത്തെ സൈഡിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു 10 ഷർട്ട് എടുത്താൽ എന്താ എൻ്റെ പരിപാടി? കുറെ നേരമല്ലേ എനിക്ക് പോസ്റ്റ് വരുന്നു. എല്ലടാ പോടാ പോ. ഒരു മിനിറ്റ്. നീ ആരോട് വെച്ചിട്ടാ ഫോട്ടോ ഇട്ടേ? ഈ ആ താനെടുത്ത് നമ്മുടെ ഫോട്ടോ അല്ലേ? എടാ അത് ഞാൻ അന്ന് എടുത്ത് നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മൊത്തം നാട്ടുകാരെ പ്രദർശിപ്പിക്കാനല്ല. നിനക്കെന്താ ബോധമില്ലേ? നീ ആ ഫോട്ടോ നോക്ക്. നിന്റെ റൂമിൽ കട്ടിൽ ഒരുമിച്ച്. എടാ എനിക്കൊരു പ്രൈവസി ഉണ്ട്, നിനക്കും ഉണ്ട്. ലോകത്ത് എല്ലാവർക്കും അതാണ് വേണ്ടത്. കളഞ്ഞല്ല തീർന്നില്ലേ? തീർന്നോ? എടാ തീർന്നോടാ പ്രശ്നം? നിന്നെ കണ്ട നാളെ തൊട്ടിട്ട് ഞാൻ പേടിച്ചാ നിൽക്കുന്നത്. എന്തിന്? നമ്മള് കമ്പനിയാണ്, നീ എന്നെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ? രണ്ടുപേരുണ്ട്. എന്റെ അനുവാദം ഇല്ലാതെ, എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നൊക്കെ നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ. നീ ഒന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലേ? നാട്ടിലും വീട്ടിലും. ഇനി എന്താ വേണ്ടേ? ഞാൻ നാട് വിട്ടു പോണം.
നീ മാറണല്ല, എൻ്റെ കൺമുമ്പ് കണ്ടുപോരുത്. നീയാണോ ഫോട്ടോ എടുത്ത്? പിന്നെ എന്തിനാ എടുത്തത്? എങ്ങൂല്ലാത്ത പ്രൈവസി ഉള്ളത് നിനക്ക്? നീ ലോകത്ത് എന്താണ് നിനക്ക് മാത്രം പക്ഷെ എനിക്കറിയണം എന്താണ് എന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? അതെന്തിനാണ്? അത് നാളെ നേരത്തെ ഇറങ്ങണേ. ആ ജോല ആ ബാഗ് അയ്യോ. എന്ത് ബാഗാ? നല്ല ബാഗ് തൂച്ചിരുന്നോ? ഓ വേണ്ട, കുഴപ്പമില്ല, നാളെ കാണാം. ശരി. ശരി. നമുക്ക് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോ? ഞാനില്ല, കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. രാവിലെ നേരത്തെ പോവാം. കാലത്ത് എനിക്ക് പഞ്ചായത്തിൽ പോകണം. 6:30 പഞ്ചായത്ത്. എന്താ പറ്റിയേ? അച്ഛനെയാണോ? ഇല്ല, അവിടെ കുറച്ച് ട്രാഫിക് ഉണ്ടല്ലോ. ഇത് കുഴപ്പമില്ല. ആരായിരിക്കും അത്? ഏതായാലും നമ്മൾ പണിഞ്ഞ പിള്ളേരാവില്ല. അവന്മാരൊക്കെ പത്തിയും മടക്കിയിരിപ്പ. വരാ, ഞാൻ 2 ചെക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, മിസ്സിങ് ആയ. അവന്മാരെ ആരാണ്ട് ഇതേപോലെ കാറിൽ തൂക്കിക്കൊണ്ട് പോയെന്ന ഫ്രണ്ട്സൊക്കെ പോലീസിന് കൊടുത്ത വഴി. ഇതുപോലൊരു രാത്രിയിൽ സെക്കൻഡ് ഷോ വഴി സെൻറ്റ് ഫിലോമിനാസിലെ പിള്ളേരാ. നിന്റെ മാതു പഠിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ ഈ ഓടിക്കുന്ന കോളേജ് പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. നിന്റെ ഈ ഒരു മാതിരി കാന്തം മാതിരിയാ. അടുത്തേക്ക് അവളെ നിന്നെ വലിച്ചുകൊണ്ടിരിക്കും. നിന്റെ ചുറ്റും കൊടുക്കുകളാ. വരാ, നീ സൂക്ഷിച്ചു. എവിടെ കേസ്? ചേലൂര്.